നമസ്കാരം. അഹമ്മദാബാദ് വിമാന അപകടത്തിൻ്റെ വാർത്തകൾ നേടുന്നതിനൊപ്പം തന്നെ ആ വിമാന അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ രമേഷിനെ കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളിൽ നിറയുന്നത്. എല്ലാവർക്കും അറിയേണ്ടത് ഒരു കാര്യമാണ്, എങ്ങനെയാണ് വിശ്വാസ് കുമാർ രക്ഷപ്പെട്ടത് എന്ന്. ഇതിനായി പാശ്ചാത്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ അഹമ്മദാബാദിലെ ആശുപത്രിയിൽ കഴിയുന്ന വിശ്വാസ് കുമാറിനെ കണ്ടിരുന്നു. പക്ഷേ വിശ്വാസ് കുമാർ പറയുന്നത് തനിക്ക് തന്നെ കൃത്യമായി ഓർക്കാൻ കഴിയുന്നില്ല എങ്ങനെയാണ് താൻ രക്ഷപ്പെട്ടത് എന്നാണ്. 11A നമ്പർ സീറ്റിലാണ് താൻ ഇരുന്നത്. പെട്ടെന്നാണ് ഈ വിമാനാപകടം നടന്നത്. താൻ വിമാനത്തിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ ചാടുകയല്ല, ഞാൻ നടന്നാണ് പോയത് എന്നാണ്. വിമാനത്തിൻ്റെ എമർജൻസി വാതിലും വിശ്വാസ് കുമാറിൻ്റെ സീറ്റും തകർന്ന് തരിപ്പണമായിരുന്നു. ഒരുപക്ഷെ ആ ഒരു വിടവിൽ കൂടെ ആയിരിക്കാം രമേഷ് കുമാർ പുറത്തേക്ക് പോയത് എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. പെട്ടെന്ന് തന്നെ താൻ നോക്കുമ്പോൾ തനിക്ക് ചുറ്റും മൃതദേഹങ്ങളായിരുന്നുവെന്നും താൻ ഭയന്ന് ഓടുകയായിരുന്നു എന്നുമാണ് അദ്ദേഹം പറയുന്നത്. കുറച്ചു ദൂരം താൻ ഓടി എന്നും അതിനിടയിൽ തന്നെ വീട്ടിലേക്ക് വീഡിയോ കോൾ നടത്തി താൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസ് കുമാർ പറയുന്നത്. തുടർന്ന് അവിടെ എത്തിയ സന്നദ്ധ പ്രവർത്തകർ അദ്ദേഹത്തെ ആംബുലൻസ് കയറ്റി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പക്ഷേ വിശ്വാസ് കുമാർ രക്ഷപ്പെട്ടു എങ്കിലും അദ്ദേഹത്തിൻ്റെയും വീട്ടുകാരുടെയൊക്കെ ഏറ്റവും വലിയ ദുഃഖം അദ്ദേഹത്തിൻ്റെ സഹോദരനായ അജയ് കുമാർ, ഈ വിമാനത്തിൽ തന്നെ യാത്രക്കാരനായിരുന്നു, മരിച്ചുപോയി എന്നുള്ളതാണ്. വിശ്വാസ് കുമാർ രക്ഷപ്പെട്ടതിൽ വീട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ ആശ്വസിക്കുമ്പോൾ പോലും സഹോദരൻ മരിച്ചതിൻ്റെ ദുഃഖം ആർക്കും അടക്കാൻ കഴിയുന്നില്ല. ഈ ദിവസങ്ങളിൽ തന്നെ വിശ്വാസ് കുമാറിൻ്റെ അച്ഛനും അമ്മയും കുടുംബവും എല്ലാം തന്നെ അഹമ്മദാബാദിലേക്ക് എത്തുന്നുണ്ട്. വിശ്വാസ് കുമാറിൻ്റെ സഹോദരനായ അജയ് കുമാറിൻ്റെ മൃതദേഹം തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ നാട്ടിൽ നടത്താനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം മാത്രമേ ഇനി UK യിലേക്ക് മടങ്ങുന്നുള്ളൂ എന്നാണ്. ആശുപത്രിയിൽ വിശ്വാസ് കുമാറിനെ കാണാനാണ് എല്ലാവർക്കും താല്പര്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശുപത്രി സന്ദർശിച്ച വേളയിൽ അദ്ദേഹം വിശ്വാസ് കുമാറിൻ്റെ അടുത്തെത്തി ഏറെ നേരം സംസാരിച്ചിരുന്നു. അദ്ദേഹം ഏറെ ആശ്വാസവചനങ്ങളൊക്കെ വിശ്വാസ് കുമാറിനോട് പറയുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. വിശ്വാസ് കുമാർ വിവാഹിതനാണ്, ഒരു ചെറിയ കുട്ടിയുടെ പിതാവ് കൂടിയാണ് അദ്ദേഹം എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏതായാലും തൻ്റേതൊരു അത്ഭുതകരമായ രക്ഷപ്പെടൽ തന്നെ എന്നാണ് വിശ്വാസ് കുമാർ പറയുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ഇപ്പോഴും തനിക്ക് വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പലരും പറയുന്നത് പോലെ ഒരുപക്ഷെ ആയുസ് എത്താത്തതുകൊണ്ടായിരിക്കാം അദ്ദേഹം രക്ഷപ്പെട്ടത് എന്ന് പറയാമെങ്കിലും വിമാനത്തിലെ മറ്റ് യാത്രക്കാരെല്ലാവരും കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ ഒരാൾ മാത്രം എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ഏതായാലും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വിശ്വാസ് കുമാറിന് ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് ഇപ്പോൾ ഡോക്ടർമാരും പറഞ്ഞിട്ടുള്ളത്. 2 ദിവസത്തിനകം ആശുപത്രി വിടാം, വീട്ടിലേക്ക് പോകാം എന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. വിശദമായ പരിശോധന തന്നെയാണ് വിശ്വാസ് കുമാറിനെ അവർ നടത്തിയത്. പക്ഷേ അതിൽ ഗുരുതരമായ രീതിയിൽ ആന്തരിക അവയവങ്ങൾക്കും തന്നെ യാതൊരു തരത്തിലുള്ള തകരാറ് സംഭവിച്ചിട്ടില്ല എന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട്. കണ്ണിൻ്റെ പോളയിൽ ഒരു ചെറിയൊരു വീക്കവും ചെറിയ ചില്ലറ മുറിവുകളും ഒഴിച്ചാൽ വിശ്വാസ് കുമാറിന് യാതൊരു തരത്തിലുള്ള പരുക്കുകൾ ഏറ്റിട്ടില്ല എന്നുള്ളതാണ് ഡോക്ടർമാരെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്നത്. ലണ്ടനിലുള്ള വിശ്വാസ് കുമാറിൻ്റെ വീട്ടിലേക്ക് നിരവധി ഇന്ത്യക്കാരാണ് ഇപ്പോൾ എത്തുന്നത്. അവരെല്ലാവരും തന്നെ ഒരുമിച്ച് വിശ്വാസ് കുമാറിൻ്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. വിശ്വാസ് കുമാർ രക്ഷപ്പെട്ടുവെങ്കിലും അജയ് കുമാർ മരിച്ചതിൻ്റെ ദുഃഖത്തിലാണ് എല്ലാവരും. ഈ രണ്ട് സഹോദരന്മാരും അവിടെ നടക്കുന്ന എല്ലാ സാമൂഹ്യ പ്രവർത്തന പരിപാടികളൊക്കെ തന്നെ വളരെ സജീവമായി പങ്കെടുക്കുന്നവരാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇവരെ നന്നായിട്ട് അറിയുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നാട്ടുകാരെല്ലാവരും തന്നെ ഇവരുടെ വീട്ടിലേക്ക് വലിയ തോതിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്.